നമസ്കാരം. നമസ്തേ. ഇത് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ കൊടകര ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി. കനകമല എന്ന് പറയുന്ന പ്രദേശത്താണ്. കനകമലയും ആരേശ്വരം മലയും തേശ്ശേരി മലയും അർദ്ധവൃത്താകൃതി നിൽക്കുന്ന മനോഹരമായ ഭൂപ്രദേശമാണ് ഈ പ്രദേശം. ഇവിടെ പ്രധാനമായും അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിലവിൽ ഗോശാലയുടെ പ്രവർത്തനം സജീവമായി നടക്കുകയാണ്. ഏതാണ്ട് 8 ഇനത്തിൽപ്പെട്ട 80 നാടൻ പശുക്കളുടെ കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ വൃന്ദാവനം എന്ന നിലയിൽ കുട്ടികളുടെ പാർക്കിൻ്റെ പ്രവർത്തനവും സജീവമായി നടക്കുന്നു. 100 കണക്കിന് കുട്ടികളും അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന ആളുകളും ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഈ പദ്ധതി ഒരു 41 ഇന പദ്ധതിയാണ്. അതിലാദ്യത്തെ പ്രോജക്റ്റുകളാണ് ഈ ഗോശാലയും അതോടൊപ്പം ഈ പാർക്കും. ഇനിയും വരാൻ പോകുന്ന ഏതാണ്ട് 4000 ആളുകൾക്ക് ഒരുമിച്ച് കൂടിച്ചേരാൻ കഴിയുന്ന വലിയ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികം വൈകാതെ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്ര മാതൃകയുള്ള മനോഹരമായ ഒരു ക്ഷേത്രവും, ആ ക്ഷേത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അവിടെ പ്രത്യേക ആചാര്യന്മാർ ഉള്ളതിനപ്പുറം വരുന്ന ഏതൊരു വിശ്വാസിക്കും ആ വിശ്വാസിയുടെ മനോധർമ്മം അനുസരിച്ച് അവർക്ക് പൂജാതി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള വടക്കേ ഇന്ത്യൻ മാതൃകയിലുള്ള ഒരു ക്ഷേത്രമായിരിക്കും. അത് താന്ത്രിക വിധിയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 7 ഏക്കർ ഭൂമിയിൽ ഒരു കാളിന്തി നദിയും അവിടെ കാളിയ മർത്തനയുടെ സ്റ്റാച്ചുവും വരുന്നവർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ. അതോടൊപ്പം തന്നെ വേദപഠന കേന്ദ്രം, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, പാരമ്പര്യത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ച്, അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് വേദങ്ങളും ഉപനിഷത്തുകളും അടങ്ങുന്ന മഹാഗ്രന്ഥങ്ങളും ഗ്രന്ഥത്തിലെ ഇതിവൃത്തങ്ങളും അതിലെ തത്വങ്ങളും ഒക്കെ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വേദ പഠനശാല ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഭാരത ദർശൻ എന്ന സങ്കല്പത്തോടു കൂടി കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ള ഭാരതത്തിലെ മനോഹരമായിട്ടുള്ള പ്രധാനപ്പെട്ട മുഴുവൻ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളുടെയും ദൃശ്യ രൂപത്തിലുള്ള കാഴ്ചകൾ അതിൻ്റെ അകത്തുണ്ടാവും. അതോടൊപ്പം തന്നെ ക്ഷേത്രകലകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന കേന്ദ്രമുണ്ടാവും. ആയുർവേദ തോട്ടവും ആയുർവേദ സെൻറ്ററും മെഡിറ്റേഷൻ സെൻറ്ററും ഗീതാ മണ്ഡപവും ഉണ്ടാകും. തപോവനം എന്ന നിലയിൽ വാർദ്ധക്യം ബാധിക്കുന്ന ആളുകൾക്ക് തങ്ങാൻ കഴിയുന്ന ആശ്രമം ഉണ്ടാകും. ബാലാശ്രമം ഉണ്ടാകും. അതിഥികൾക്ക് ആവശ്യമായി വന്നു താമസിച്ചു പോകാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള അതിഥി മന്ദിരങ്ങളുണ്ടാകും. ഈ രൂപത്തിൽ 41 ഇനത്തിൽപ്പെടുന്ന